തൃശൂർ പൂരം വെടിക്കെട്ട് നടത്താമെന്ന സർക്കാരിന് നിയമോപദേശം. അഡ്വക്കേറ്റ് ജനറലാണ് നിയമോപദേശം നൽകിയത്. പൂരം വെടിക്കെട്ട് ഗംഭീരമായി നടത്തുമെന്ന് മന്ത്രിമാർ. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനക്കലി. കാട്ടാനയാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. അതിരപ്പള്ളിയിൽ ബുധനാഴ്ച ജനകീയ ഹർത്താൽ. റിപ്പോർട്ട് തേടുക മാത്രമല്ല വനമന്ത്രിയുടെ ജോലിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ധനസഹായം കൈമാറി. കേരള വിഷൻ സമ്മാനോത്സവ് സൂപ്പർ ബമ്പർ നറുക്കെടുപ്പ് ബുധനാഴ്ച. തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ കേരള വിഷന്റെ സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചു. തിരൂർ സഹകരണ ബാങ്കിൽ പെട്രോളുമായി എത്തിയ വയോധിക പരിഭ്രാന്തി സൃഷ്ടിച്ചു. തങ്ങൾക്ക് തിരികെ ലഭിക്കാനുള്ള പണം ബാങ്ക് അധികൃതർ നൽകിയില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ദേശീയപാത പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ കനത്ത ഗതാഗതക്കുരുക്ക്. അടിപ്പാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായുള്ള ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ് യാത്രക്കാർ. തൃപ്രയാറിൽ ചുമട്ടുതൊഴിലാളികൾക്ക് നേരെ ഗുണ്ട ആക്രമണം. ഒരാൾക്ക് പരിക്കേറ്റു. 4 ബൈക്കുകളിലായി എത്തിയ 7 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. അയ്യന്തോൾ പോസ്റ്റ് ഓഫീസിൽ മോഷണം. 4 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു. ജനൽ കമ്പി വളച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. വാർത്തകൾ വിശദമായി. സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാതെ തൃശൂർ പൂരം വെടിക്കെട്ട് ഗംഭീരമായി നടത്തുമെന്ന് മന്ത്രിമാരായ അഡ്വക്കേറ്റ് കെ രാജനും ഡോക്ടർ ബിന്ദുവും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ പൂരം വെടിക്കെട്ട് സാധാരണ പോലെ നടത്താമെന്ന് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം ലഭിച്ചതായും മന്ത്രിമാർ പറഞ്ഞു. പാറമേക്കാവ് തിരുവമ്പാടി വേല വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. ഈ അനുമതി പൂരം വെടിക്കെട്ടിനും ബാധകമാണെന്നാണ് നിയമോപദേശം. ചീഫ് കൺട്രോളർ പദവി ഉപയോഗിച്ച് ജില്ലാ കളക്ടർക്ക് സാധാരണ പോലെ വെടിക്കെട്ട് നടത്താനുള്ള അനുമതി നൽകാം. പെസോയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കും കളക്ടറുടെ അനുമതിയെന്നും മന്ത്രിമാർ പറഞ്ഞു. നമുക്ക് എ.ജിയിൽ നിന്ന് ലഭിച്ച ഉപദേശമനുസരിച്ച് സുരക്ഷ കണക്കിലെടുത്താണെങ്കിൽ മാഗസിൻ എംറ്റിയാക്കി ഇടാമെന്നുള്ള ഉറപ്പ് മേടിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ ജില്ലാ കളക്ടർക്ക്, അതായത് ഇതിൻ്റെ കൺട്രോളർ എന്ന നിലയിൽ സാഹചര്യമുണ്ട് എന്ന് നേരത്തെയുള്ള വിധിയിൽ കോടതി ചൂണ്ടിക്കാണിച്ചതുകൂടി പരിഗണിച്ചുകൊണ്ട് സാധാരണത്തതുപോലെ വെടിക്കെട്ട് നടത്താൻ ആകും എന്നൊരു ധാരണയിലേക്ക് നമ്മളിപ്പോൾ എത്തുകയാണ്. നമ്മളിപ്പോൾ നടത്തുന്നത് താൽക്കാലികമായൊരു നടപടിക്രമമാണ്. പക്ഷേ ഈ ഭേദഗതികൾ പൂർണ്ണമായും പിൻവലിക്കുകയാണ്. തൃശ്ശൂരിനെ പോലെ ഒരു പൂരനഗരത്തിന് എല്ലാ സൗന്ദര്യങ്ങളോടും കൂടി അത് നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. സുരക്ഷയിലൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ജില്ലാ ഭരണകൂടമാണ് ഇത് ഏറ്റവും കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന് പെസോ കൂടി അഭിപ്രായപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൂടി ആലോചിച്ച് പ്രയാസങ്ങളില്ലാത്ത വിധത്തിൽ ഒരു തീരുമാനത്തിൽ എത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഫയർലൈനിൽ നിന്ന് 100 മീറ്റർ ദൂരപരിധിയിൽ പെസോ ഉറച്ചു നിൽക്കുകയാണ്. പുതിയ കേന്ദ്ര നിയമം വെടിക്കെട്ടിന് തടസ്സമാണ്. നിയമ ഭേദഗതി കേന്ദ്രം നടത്തണമെന്നും ഇരുവരും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലവിലുള്ള ഭേദഗതിയിൽ മാറ്റം വരുത്താൻ അവകാശമില്ലെന്നാണ് പെസോ പറയുന്നത്. പല നിബന്ധനകളും നമ്മെ ബാധിക്കുന്നതാണ്. മാഗസിനും വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവുമായി 200 മീറ്റർ അകലം വേണമെന്ന പ്രശ്നം നിലനിൽക്കുകയാണെന്നും മന്ത്രിമാർ പറഞ്ഞു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനക്കലി. കാട്ടാന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. 2 ദിവസത്തിനിടെ പ്രദേശത്ത് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് 3 പേർക്ക്. അതിദാരുണമായ സംഭവങ്ങൾ നടന്നിട്ടും ജില്ലാ കളക്ടറോ വനംവകുപ്പ് മേധാവികളോ സ്ഥലത്തെത്താതിരുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കി. വാഴച്ചാൽ ആദിവാസി ഉന്നതിയിലെ 35 വയസ്സുള്ള സതീഷ്, ഇയാളുടെ ബന്ധു 38 വയസ്സുള്ള അംബിക എന്നിവരാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് മുകളിൽ വഞ്ചിക്കടവിൽ വിഷുദിനത്തിൽ രാത്രി അതിദാരുണമായി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് പുഴയോരത്ത് കുടിൽ കെട്ടി താമസിക്കുന്ന സ്ഥലത്തായിരുന്നു ആനകളെത്തി ആക്രമിച്ചത്. സതീഷിന്റെ ഭാര്യ രമ, അംബികയുടെ ഭർത്താവ് രവി എന്നിവരും കുടിലിൽ ഉണ്ടായിരുന്നു. പാറപ്പുറത്ത് ഉറങ്ങുന്നതിനിടെ ഓടിയെത്തിയ ആനകളിൽ ഒന്ന് സതീഷിനെ ആക്രമിക്കുകയായിരുന്നു. പ്രാണരക്ഷാർത്ഥം ഓടുന്നതിനിടെ അംബിക പാറക്കൂട്ടത്തിൽ തലയിടിച്ച് പുഴയിലേക്ക് വീണതാകാമെന്ന് കരുതുന്നു. വിഷുത്തലേന്ന് കാട്ടാന ആക്രമണത്തിൽ അതിരപ്പള്ളി അടിച്ചിൽത്തൊട്ടി ആദിവാസി ഉന്നതിയിലെ സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ടിരുന്നു. അതിരപ്പള്ളി പോലീസും ചാർപ്പ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥരും എത്തിയാണ് മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചത്. വിവരമറിഞ്ഞ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെത്തിയ ബെന്നി ബെഹനാൻ എംപിയും കോൺഗ്രസ് നേതാക്കളും ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ജില്ലാ കളക്ടർ സ്ഥലത്തെത്താതെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനാകില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ചാലക്കുടി ഡിവിഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ പോലീസും രംഗത്തെത്തി. വെള്ളത്തിൽ കിടന്നിരുന്ന അംബികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത്
കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത് തർക്കത്തിനിടയാക്കി. പോലീസുമായി ഉന്തും തള്ളും നടന്നു. എന്നാൽ അംബികയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ബന്ധുക്കളെത്തിയതോടെ തർക്കം അയഞ്ഞു. സതീഷിന്റെ മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലും അംബികയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പോസ്റ്റ്മോർട്ടം നടത്തി. സതീഷിന്റെ മരണം ആനയുടെ ചവിട്ടേറ്റാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. വാരിയെല്ലുകൾ തകർന്നു. ശ്വാസകോശത്തിലും കരളിലും വാരിയെല്ലുകൾ തുളച്ചുകയറി. രക്തം വാർന്നാണ് മരണമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. TCV ന്യൂസ്, ചാലക്കുടി. നടുക്കുന്ന വാർത്തകളാണ് മലയോര മേഖലയിൽ നിന്നും ദിവസവും പുറത്തുവരുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചാലക്കുടി താലൂക്ക് ആശുപത്രി സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. റിപ്പോർട്ട് തേടുക മാത്രമല്ല വനം മന്ത്രിയുടെ ജോലിയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കഴിഞ്ഞ 3 മാസത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ സംസ്ഥാനത്ത് 3 പേരാണ് കൊല്ലപ്പെട്ടത്. വനാതിർത്തിയിലെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്ത് സർക്കാർ നിസ്സംഗരായി നോക്കി നിൽക്കുകയാണ്. ആനകൾ കൂടുതലായി ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക സംഘത്തിന്റെ നിരീക്ഷണം ഉറപ്പാക്കി ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം. കാടിനുള്ളിലാണ് വന്യജീവി ആക്രമണം ഉണ്ടാകുന്നത് എന്ന സ്ഥിരം പല്ലവി ദയവായി വനം മന്ത്രി ഇനിയും പറയരുത്. കർഷകരെയും ആദിവാസികളെയും കാട്ടാനകൾ കൊന്നൊടുക്കുമ്പോൾ വനം വകുപ്പും സർക്കാരും കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കഴിഞ്ഞ 5-6 കൊല്ലമായി 1000-ലധികം പേരാണ് ഇങ്ങനെ കൊല്ലപ്പെടുന്നത്. കേരളത്തിൽ 8000-ലധികം ആളുകൾ പരിക്കുപറ്റി ആശുപത്രികളിലാണ്. 10,000 കന്നുകാലികളെ കൊന്നു. കൃഷി മുഴുവൻ നശിച്ചു. കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചു. ഇന്ന് 2 പേര് മരിച്ചു. ജില്ലാ കളക്ടർ പോലും സ്ഥലത്തെത്തിയിട്ടില്ല. അത്ര വലിയ കൊമ്പത്ത് ഉദ്യോഗസ്ഥരാണ് ജില്ലാ കളക്ടർ എന്ന് പറയുന്ന ആൾ. ഒരു ജില്ലാ കളക്ടറെങ്കിലും വരണ്ടേ, ആളുകളെ ആശ്വസിപ്പിക്കണ്ടേ? ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ മനുഷ്യരല്ലേ ഇതിന്റെ ഇരകളായി മാറുന്നത്. അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, അവരോട് വന്ന് നടപടി സ്വീകരിക്കുമെന്ന് പറയാൻ ഗവൺമെന്റിനെ പ്രതിനിധാനം ചെയ്തൊരു ജില്ലാ കളക്ടർ പോലും 3 പേര് മരിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ നിസ്സംഗത അതിന്റെ പാരമ്പര്യത്തിൽ നിൽക്കുന്നത്. എന്തൊരു കഷ്ടമാണിത്. ഇവരെ മുഴുവൻ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുക. എന്തിനാണ് ഇങ്ങനെ വനംവകുപ്പ് മന്ത്രി ആ കസേരയിൽ ചാരിയിരിക്കുന്നത്? അതിന്റെ മീതെ മുഖ്യമന്ത്രിയില്ലേ? ഒന്ന് അന്വേഷിച്ചൊന്ന് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഇതിന് എന്ത് തീരുമാനമെടുക്കണം എന്ന് ആലോചിക്കാൻ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് സംസ്ഥാനത്തില്ലേ? കഴിഞ്ഞ 2 ദിവസത്തിനിടെ 3 പേർ കാട്ടാന ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. അതിരപ്പള്ളിയിൽ ബുധനാഴ്ച രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ജനകീയ ഹർത്താൽ ആചരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് റിജേഷ് അറിയിച്ചു. അതിരപ്പള്ളി പഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷി യോഗമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. അതിരപ്പള്ളിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ കാട്ടാനയുടെ ആക്രമണം നിർഭാഗ്യകരമാണെന്നും കാടിനകത്താണ് 2 സംഭവങ്ങളും അരങ്ങേറിയത് എന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. കാട്ടാനയുടെ ആക്രമണത്തിൽ മരണമടഞ്ഞ 3 പേരുടെയും കുടുംബങ്ങളുടെ ആശ്രിതർക്കുള്ള 10 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡുവായി 5 ലക്ഷം രൂപ കൈമാറി. RRTയുടെ പ്രത്യേക വിങ്ങിനെ കൂടി ഈ മേഖലയിലേക്ക് വിന്യസിപ്പിക്കുമെന്ന് വനം മന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 3 മരണമുണ്ടായി. നേരത്തെ താമര വെള്ളച്ചാൽ കോളനിയിൽ ഒരു മരണമുണ്ടായി. കാടിനകത്ത് വെച്ചാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. വനവാസികളുടെ ആദിവാസികളുടെ അവകാശമനുസരിച്ച്, വനാവകാശ നിയമം അനുസരിച്ച് അവർക്ക് കാട്ടിൽ പോകാനും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാനുമുള്ള അവകാശം അവർക്കുണ്ട്. RRTയുടെ ഒരു സംവിധാനം കൂടി തൃശ്ശൂരിലേക്ക്, പ്രത്യേകിച്ച് ഈ മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഈ സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് RRTയുടെ ഒരു പ്രത്യേക വിങ്ങിനെ കൂടി ഈ മേഖലയിലേക്ക് വിന്യസിപ്പിക്കണം എന്ന അഭിപ്രായം ജില്ലയിലെ മന്ത്രിമാർ എന്ന നിലയിൽ അദ്ദേഹത്തിനോട് അറിയിക്കുകയുണ്ടായി. അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാം എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകാനുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ ഇതിനകം കൊടുത്തിട്ടുണ്ട്. കാടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഗൗരവകരമായ വിഷയമാണ്. ഇരുകൂട്ടർക്കും അവകാശപ്പെട്ടതാണ് കാടെന്നും മന്ത്രി പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ മന്ത്രി ആർ ബിന്ദു, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവരും പങ്കെടുത്തു. ചാലക്കുടിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച വാഴച്ചാൽ സ്വദേശികളായ അംബിക, സതീഷ് എന്നിവരുടെ വീടുകൾ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ ജില്ലാ കളക്ടർ കൈമാറി.
പാലപ്പള്ളി കാരികുളത്ത് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന ഭീതി പരത്തി. ചൊക്കന റോഡിൽ കാരികുളം ഡിസ്പെൻസറിക്ക് സമീപത്തെ തെങ്ങിൻ തോട്ടത്തിലാണ് ആന ഇറങ്ങിയത്. റോഡിനോട് ചേർന്നുള്ള പറമ്പിൽ മണിക്കൂറുകളോളമാണ് ആന നിലയുറപ്പിച്ചത്. വാഹനയാത്രക്കാർക്ക് നേരെ ആന പാഞ്ഞെടുക്കുമോ എന്ന ഭീതിയും നാട്ടുകാർക്കുണ്ടായി. വനപാലകരും നാട്ടുകാരും ചേർന്ന് വൈകിട്ടോടെയാണ് ആനയെ കാടുകയറ്റിയത്. ജനവാസ മേഖലയിൽ മാസങ്ങളായി കാട്ടാനശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. വേനൽ കടുത്തതോടെ നാട്ടിലിറങ്ങുന്ന ആനക്കൂട്ടത്തെ കാടുകയറ്റാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കേരള വിഷൻ സമ്മാനോത്സവ് 2025 സൂപ്പർ ബമ്പർ നറുക്കെടുപ്പ് ബുധനാഴ്ച നടക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേബിൾ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കായി ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായി നടത്തിവന്നിരുന്ന സമ്മാന പദ്ധതിയുടെ സൂപ്പർ ബമ്പർ നറുക്കെടുപ്പ് തൃശൂർ പേൾ റീജൻസിയിൽ പി ബാലചന്ദ്രൻ MLA നിർവഹിക്കും. സിനി ആർട്ടിസ്റ്റ് ജയരാജ് വാര്യരുടെ സാന്നിധ്യത്തിൽ ബുധനാഴ്ച വൈകിട്ട് 5-നാണ് നറുക്കെടുപ്പ്. ഒന്നാം സമ്മാനമായി EV കാറും 2ഉം 3ഉം സമ്മാനങ്ങളായി 5 പേർക്ക് AC, വാഷിംഗ് മെഷീൻ, TV, EV ബൈക്ക് എന്നിവയാണ് നൽകുക എന്ന് കേരള വിഷൻ ഭാരവാഹികൾ അറിയിച്ചു. കീ എന്ന OTT പ്ലാറ്റ്ഫോമിന് പിന്നാലെ KV കണക്ട് എന്ന കസ്റ്റമർ പ്ലാനുമായി ജനകീയത കൂടുതൽ ഊട്ടിയുറപ്പിച്ച് മുന്നേറുന്ന കേരള വിഷന്റെ സ്റ്റാൾ തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള വിഷൻ സേവനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ മുൻ വർഷങ്ങളിലെന്ന പോലെ ഇക്കുറിയും സ്റ്റാൾ സജ്ജമാക്കിയിരിക്കുന്നത്. മേയർ MK വർഗീസ് സ്റ്റാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. KCCL MD PP സുരേഷ് കുമാർ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ, തൃശൂർ കേരള വിഷൻ ചെയർമാൻ KC ജോൺസൺ, MD T ജയപ്രകാശ്, ഡയറക്ടർമാരായ VI സിജോ, PP ഓംപ്രകാശ്, P ഗോപകുമാർ, CO ബിജു, ജിജോ ജോസഫ്, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം CA ബൈജു, ജില്ലാ ട്രഷറർ CG ജോസ് എന്നിവർ പങ്കെടുത്തു. കോർപ്പറേറ്റ് ഭീമന്മാരെ പോലും പിന്നിലാക്കി കേരളത്തിൽ പതിറ്റാണ്ടുകളായി ഡിജിറ്റൽ കേബിൾ TV ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന കേരള വിഷൻ സംസ്ഥാനത്തെ നമ്പർ 1 സർവീസ് പ്രൊവൈഡറാണ്. സൗജന്യ OTT പ്ലാറ്റ്ഫോമായ കീയ്ക്ക് പുറമെ KV കണക്റ്റിലൂടെ കുറഞ്ഞ നിരക്കിൽ കൂടുതൽ സേവനങ്ങൾ ഉറപ്പുവരുത്തുകയാണ് കേരള വിഷൻ. കേരളത്തിലെ പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ കേരള വിഷൻ ഇന്ന് രാജ്യത്ത് ഡിജിറ്റൽ രംഗത്ത് 5ാമത്തെ സ്ഥാനവും അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് രംഗത്ത് 6ാം സ്ഥാനവും എത്തിയിരിക്കുകയാണ്. കേരളത്തിനകത്ത് 1ാം സ്ഥാനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ കേബിൾ TVയും ഇന്റർനെറ്റും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം നമ്മുടെ പുതിയ പദ്ധതിയായ KV കണക്ട് ഏകദേശം 12 ലക്ഷം ബ്രോഡ്ബാൻഡ് വരിക്കാരുള്ള സ്ഥാപനമാണ് കേരള വിഷൻ. ഓരോ ഉപഭോക്താവിനും കേരളത്തിലുള്ള ഞങ്ങളുടെ 6000-7000 വരുന്ന ഓപ്പറേറ്റർമാരുടെ ഹോട്ട്സ്പോട്ടിലൂടെ ഇനി വരുന്ന നാളുകളിൽ അവർക്ക് സീംലെസ് ആയിട്ട് ഒരു OTP വഴി അവർക്ക് ബ്രൗസിംഗ് സ്വായത്തമാക്കാവുന്ന ഒരു പദ്ധതിയായിട്ടാണ് KV കണക്ട് വിഭാവനം ചെയ്യുന്നത്. KV5 എന്ന് പറയുന്ന ഒരു ഫ്രീ പദ്ധതിയാണ് 2023 മുതൽ കേരള വിഷൻ അനുവർത്തിച്ചു വരുന്നത്. അതിലൂടെ റീചാർജ് പേയ്മെന്റ് മാത്രം അടച്ചുകൊണ്ട് ഉപഭോക്താവിന് കണക്ഷൻ കൊടുക്കുന്ന ഒരു ഫ്രീ ഇൻസ്റ്റലേഷൻ മെത്തേഡാണ്. അതുപോലെ തന്നെയാണ് KV കണക്റ്റും നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ആ എക്യുപ്മെന്റ് എത്തുന്നതോടുകൂടി ഈ പറയുന്ന പൂരത്തിന് പോലും നമ്മുടെ നിലവിലുള്ള സബ്സ്ക്രൈബർക്ക് അവർക്ക് ഈ വൈഫൈ ഹോട്ട്സ്പോട്ടിലൂടെ ഇന്റർനെറ്റ് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ ആ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. മികച്ച ഇന്റർനെറ്റ് കേബിൾ TV സേവനങ്ങളിലൂടെ ഉപഭോക്താക്കളുടെ വിശ്വാസമാർജിച്ച കേരള വിഷന്റെ പങ്കാളിത്തത്തോടെയാണ് സംസ്ഥാന സർക്കാർ K-ഫോൺ പദ്ധതി നടപ്പാക്കുന്നത്. TCV തൃശൂർ. തിരൂർ സഹകരണ ബാങ്കിൽ പെട്രോളുമായി എത്തി വയോധിക. പോട്ടൂർ സ്വദേശിനി വാഴപ്പള്ളി വീട്ടിൽ 65 വയസ്സുള്ള സരസ്വതിയാണ് പെട്രോളുമായി ബാങ്കിനുള്ളിൽ എത്തിയത്. ബാങ്കുമായുള്ള വായ്പാ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഭൂമി ലേലം ചെയ്തിരുന്നു. ലേല നടപടികൾ പൂർത്തിയാക്കിയിട്ടും തങ്ങൾക്ക് അർഹമായ തിരികെ ലഭിക്കാനുള്ള പണം ബാങ്ക് അധികൃതർ നൽകിയില്ല എന്നാരോപിച്ചാണ് വയോധിക കുടുംബത്തോടൊപ്പം പ്രതിഷേധവുമായി എത്തിയത്. സ്ഥലത്ത് കുഴഞ്ഞു വീണ വയോധികയെ ബന്ധുക്കൾ ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. അതെ കാതൊന്നും പറയുന്നത് എടുക്ക് അവിടേക്ക് അത് പിടിക്ക് ഒഴിക്കണ്ടെന്ന് അത് ഒഴിക്കണ്ട വഴിയുണ്ട് അവിടെ നിക്ക് വീഡിയോ എടുക്കടാ വീഡിയോ എടുത്ത. ദേശീയപാത പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി ഗതാഗതക്കുരുക്ക് രൂപപ്പെടുന്നത് യാത്രക്കാരെ വലയ്ക്കുന്നു. പ്രധാന പാതയിലൂടെ വരുന്ന ചരക്ക് ലോറികൾ അടക്കമുള്ള വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ ഒറ്റവരിയായി പോകാൻ തുടങ്ങിയപ്പോഴാണ് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂപപ്പെടാൻ തുടങ്ങിയത്. ഈ സമയങ്ങളിൽ പേരാമ്പ്ര മുതൽ കൊടകര പെരിങ്ങാംകുളം വരെ വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെടുന്നുണ്ട്. പേരാമ്പ്ര അപ്പോളോ പടി മുതൽ പെട്രോൾ പമ്പ് വരെയുള്ള ഭാഗത്ത്
പ്രധാന പാതകളിലേക്ക് പ്രവേശനമില്ലാത്തതിനാൽ സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. സർവീസ് റോഡിൽ ബസ്സുകൾ യാത്രക്കാരെ ഇറക്കാനായി നിർത്തുകയോ ഏതെങ്കിലും വാഹനങ്ങൾ ബ്രേക്ക് ഡൌൺ ആകുകയോ ചെയ്യുമ്പോൾ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും. അവധിക്കാലമായതോടെ ദേശീയപാതയിൽ വാഹനങ്ങൾ കൂടിയതും ഇതിന് കാരണമാകുന്നുണ്ട്. അടിപ്പാതയുടെ മുകൾ ഭാഗത്തെ ഒരു പകുതി കോൺക്രീറ്റിംഗ് 2 മാസം മുൻപേ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കകം കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥർ. അടിപ്പാതയ്ക്ക് ഇരുഭാഗത്തുമുള്ള പ്രധാന പാതകളെ സർവീസ് റോഡിൽ നിന്ന് വേർതിരിച്ചുകൊണ്ടുള്ള സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കുന്നതിനായി ആഴമുള്ള ചാലുകൾ കീറുന്ന പണികളും നടന്നുവരുന്നുണ്ട്. ഈ ചാലുകളുടെ അടിത്തട്ടിൽ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ച ശേഷം അവയുടെ മുകളിൽ കോൺക്രീറ്റ് പാനലുകൾ അടുക്കി മണ്ണിട്ട് നിറച്ചാണ് പ്രധാന പാതകൾ സജ്ജമാക്കുക. ഇതിന്റെ പണികളും അതിവേഗം പുരോഗമിക്കുന്നു. 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ അവസാന വാരത്തിലാണ് പേരാമ്പ്ര അടിപ്പാതയുടെ നിർമ്മാണം തുടങ്ങിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഈ വർഷം അവസാനത്തോടെ അടിപ്പാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. TCV ന്യൂസ്, കൊടകര. തൃപ്രയാറിൽ ചുമട്ടുതൊഴിലാളികൾക്ക് നേരെ ഗുണ്ട ആക്രമണം, ഒരാൾക്ക് പരിക്കേറ്റു. തലയ്ക്കും ചെവിക്കും കൈക്കും പരിക്കേറ്റ ചുമട്ടുതൊഴിലാളി രാധാകൃഷ്ണനെ വലപ്പാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 4 ബൈക്കുകളിലായി എത്തിയ 7 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. കുറച്ചു നാളുകൾക്ക് മുൻപ് തൃപ്രയാർ പോളി ജംഗ്ഷന് തെക്കുവശത്ത് വീട് പണിക്ക് ആവശ്യമായ സാധനങ്ങൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം നടക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിലുൾപ്പെട്ട ചുമട്ടുതൊഴിലാളിയെ അന്വേഷിച്ചെത്തിയവരാണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നു. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അയ്യന്തോൾ പോസ്റ്റ് ഓഫീസിൽ മോഷണം, 4 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു. അയ്യന്തോൾ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന്റെ എതിർവശത്തുള്ള പോസ്റ്റ് ഓഫീസിലാണ് മോഷണം നടന്നത്. വെള്ളിയാഴ്ച ജോലി കഴിഞ്ഞു പോയ ജീവനക്കാർ ചൊവ്വാഴ്ച രാവിലെ പോസ്റ്റ് ഓഫീസ് തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. പുറകുവശത്തുള്ള വാതിലിന് മുകളിലെ ജനൽ കമ്പി വളച്ച് ഉള്ളിൽ കടന്ന മോഷ്ടാക്കൾ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണം കവരുകയായിരുന്നു. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ എടുത്ത് പുറകുവശത്തെ വാതിൽ തുറന്നാണ് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടത്. അയ്യന്തോൾ പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പഴമ്പാലക്കോട് വിഷുവേല മഹോത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. കൊളക്കാടൻ ഗണപതി എന്ന ആനയാണ് ഇടഞ്ഞത്. ചൊവ്വാഴ്ച രാവിലെ നടന്ന എഴുന്നള്ളിപ്പിനിടയിലാണ് കൊമ്പൻ ഇടഞ്ഞത്. ആനയിടഞ്ഞതിനെ തുടർന്ന് ആലത്തൂർ തിരുവല്ലുവാമല റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് പാപ്പാന്മാരുടെ നേതൃത്വത്തിൽ ആനയെ തളച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 8 കിലോഗ്രാം കഞ്ചാവുമായി മുർഷിദാബാദ് സ്വദേശി എക്സൈസിന്റെ പിടിയിലായി. നൂറുദ്ദീൻ എന്നയാളാണ് പിടിയിലായത്. എക്സൈസ് ഇന്റലിജൻസ് വിഭാഗവും സ്പെഷ്യൽ സ്ക്വാഡും സംയുക്തമായാണ് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും കഞ്ചാവ് പിടികൂടിയത്. ഉത്തരേന്ത്യയിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘാംഗമാണ് നൂറുദ്ദീനെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ റോയ്, IB ഇൻസ്പെക്ടർ AP പ്രസാദ്, KV ജിസ്മോൻ, PV ബെന്നി, VM ജബ്ബാർ, ഓസ്റ്റിൻ വിശ്വകുമാർ തുടങ്ങിയവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ചാലക്കുടിയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. ചാലക്കുടി കൂടപ്പുഴ സ്വദേശി പടിയൂക്കാരൻ 70 വയസ്സുള്ള ജോണിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. സെന്റ് ജെയിംസ് ആശുപത്രി റോഡിലൂടെ സൈക്കിൾ തള്ളി നടന്നു പോവുകയായിരുന്ന ജോണിയെ അമിത വേഗത്തിൽ എത്തിയ കാർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഇടിച്ച വാഹനം നിർത്താതെ പോയി. ഗുരുതരാവസ്ഥയിലായ ജോണിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാർ ഓടിച്ചിരുന്ന യുവാവിനെ പിന്നീട് പോലീസ് പിടികൂടി. ലോട്ടറി വിൽപ്പനക്കാരനാണ് മരിച്ച ജോണി. പറപ്പൂർ സെന്ററിൽ ബൈക്കും ടെമ്പോ ട്രാവലറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പറപ്പൂർ ഓട്ടുകമ്പനിക്ക് സമീപം താമസിക്കുന്ന കോഞ്ഞങ്ങത്ത് രാജന്റെ മകൻ 30 വയസ്സുള്ള രവിജിത്താണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഏപ്രിൽ 2 രാത്രി അശ്രദ്ധമായി റോഡ് മുറിച്ചു കടന്ന രവിജിത്തിനെ ബൈക്കിൽ ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന ട്രാവലർ ഇടിച്ചായിരുന്നു അപകടമുണ്ടായത്. ചേലൂർ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാനെത്തിയ ബൈക്കിലുണ്ടായിരുന്ന പടക്കം പൊട്ടിത്തെറിച്ചു. ഒഴിവായത് വൻ ദുരന്തം. ചൊവ്വാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. കൂരിക്കുഴി സ്വദേശികളായ 2 പേർ ഇരിഞ്ഞാലക്കുടയിൽ നിന്നും പടക്കം വാങ്ങി പോകുന്നതിനിടയിൽ പെട്രോൾ അടിക്കാൻ ചേലൂരിലുള്ള പെട്രോൾ പമ്പിൽ കയറിയതായിരുന്നു. ബൈക്കിന്റെ ഹാൻഡിലിൽ തൂക്കിയിട്ടിരുന്ന പടക്കം എഞ്ചിന്റെ ഭാഗത്തു നിന്നുള്ള ചൂടേറ്റ് കവർ ഉരുകി പൊട്ടിത്തെറിക്കുകയായിരുന്നു. പെട്രോൾ പമ്പ് ജീവനക്കാരൻ പെട്രോൾ അടിക്കുന്നതിനായി പൈപ്പ് എടുക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. ബൈക്ക് മറിഞ്ഞു വീണുവെങ്കിലും ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം അപകടം ഒഴിവായി.
ഗുരുവായൂർ കോട്ടപ്പടിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. മുതുവട്ടൂർ കൂവപ്പാട്ട് വീട്ടിൽ സുബിൻ ആണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാത്രി കോട്ടപ്പടി ഫോർട്ട് ഗേറ്റ് ബാറിനു സമീപമായിരുന്നു അപകടം. പരിക്കേറ്റ ഇയാളെ കുന്നംകുളത്തെ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. തൃശൂർ പുഴയ്ക്കലിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം. കുന്നംകുളം ഭാഗത്തുനിന്ന് വന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാന പാതയിൽ നിന്ന് കാർ ഷോറൂമിലേക്ക് തിരിയുമ്പോൾ പിന്നിലുണ്ടായിരുന്ന സ്വകാര്യ ബസ് മുന്നിലുണ്ടായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കേരളത്തിലെ കാർഷിക മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും കർഷകന്റെ കണ്ണീർ കാണാത്ത വകുപ്പായി കൃഷിവകുപ്പ് മാറിയിരിക്കുന്നുവെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. നെല്ല് സംഭരണത്തിലെ അപാകതകൾ ഉടൻ പരിഹരിക്കുക, നെല്ല് സംഭരണ വില വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അയ്യന്തോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കളക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അയ്യന്തോൾ മണ്ഡലം പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി A പ്രസാദ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ബൈജു വർഗീസ്, സിജോ കടവിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇത്രയധികം സംഖ്യ നൽകാനോ അല്ലെങ്കിൽ തൃശൂർ ജില്ലയെയാണ് ഇതേറെ ബാധിച്ചിരിക്കുന്നത്. നിരവധിയായ അപേക്ഷകൾ കൊടുക്കും. നെട്ടിശ്ശേരി ക്ഷേത്രത്തിലെ തറയ്ക്കൽ പൂരം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധവുമായി നെട്ടിശ്ശേരി ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റി രംഗത്ത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതും വസ്തുതാവിരുദ്ധവുമെന്ന് വിശദീകരിച്ച ഉത്സവാഘോഷ കമ്മിറ്റി തറയ്ക്കൽ പൂരം മുടങ്ങിയതിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പെരുവനം ആറാട്ടുപുഴ പൂരത്തിലെ പ്രധാന പങ്കാളിയും 8 പ്രതിഷ്ഠകൾ ഉള്ളതുമായ നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തറയ്ക്കൽ പൂരം കൊച്ചിൻ ദേവസ്വം ബോർഡ് ആനകളെ കൃത്യമായി എത്തിച്ചു നൽകാത്തതുമൂലം മുടങ്ങുകയായിരുന്നു. പകൽപൂരം എഴുന്നള്ളിപ്പ് മുടങ്ങിയതിനെ തുടർന്ന് നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും അനിയന്ത്രിതമായ പ്രതിഷേധമുണ്ടായതിനാൽ രാത്രിയിലെ പൂരം എഴുന്നള്ളിപ്പും നടത്താനായില്ല. പൂരത്തിന്റെ 2 എഴുന്നള്ളിപ്പുകളും ചടങ്ങു മാത്രമായി നടത്തേണ്ട സ്ഥിതിയാണ് ഉണ്ടായത്. പൂരം മുടങ്ങി പ്രശ്നങ്ങളുണ്ടായിട്ടും ഭാരവാഹികളോ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരോ ക്ഷേത്രത്തിലേക്ക് വരികയോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടുകയോ ഉണ്ടായില്ലെന്ന് ക്ഷേത്രോത്സവ ആഘോഷ കമ്മിറ്റി ആരോപിച്ചു. രാത്രി 10:30 ശേഷമാണ് അസിസ്റ്റന്റ് കമ്മീഷണർ പദവിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. തറയ്ക്കൽ പൂരം മുടങ്ങിയതിലൂടെ വളരെ ആഴത്തിലുള്ള മുറിവാണ് ഭക്തജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ളത്. ഏറെ ലാഘവത്തോടെ നിസ്സാരവൽക്കരിച്ചും തെറ്റിദ്ധരിപ്പിച്ചുമുള്ള വസ്തുതാവിരുദ്ധമായ വിശദീകരണമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പൂരം മുടങ്ങിയതിനെക്കുറിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതുവരെ കൗണ്ടർ ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധം തുടരുമെന്നും പ്രശ്നപരിഹാരം ഉണ്ടാകാത്ത പക്ഷം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധം നടത്തുമെന്നും ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് U മോഹൻദാസ്, സെക്രട്ടറി E സരീഷ്, മറ്റു ഭാരവാഹികളായ T രാമചന്ദ്രൻ, KK ഉണ്ണികൃഷ്ണൻ, CS രഘുനാഥൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. കയ്പമംഗലം അറവുശാല ബാറിൽ അതിക്രമിച്ചു കയറി സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള ജീവനക്കാരെ ആക്രമിച്ച കേസിൽ 7 യുവാക്കൾ അറസ്റ്റിലായി. നാട്ടിക ബീച്ച് സ്വദേശികളായ കരേപ്പറമ്പിൽ അമൽ, പുളിക്കൽ വീട്ടിൽ എയ്ബൽ, കളരിക്കൽ വീട്ടിൽ അഭിഷേക്, പാണാട്ടുകയിൽ മുഹമ്മദ് ഹസൻ, അഞ്ചലശ്ശേരി അക്ഷയ്, വലപ്പാട് സ്വദേശികളായ കളരിക്കൽ വീട്ടിൽ ആദർശ്, ചാണാടിക്കൽ അഖിൻ കൃഷ്ണ എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. വിഷുവിന് പുലർച്ചെ 1:30 മാരകായുധങ്ങളുമായി സെക്യൂരിറ്റി ജീവനക്കാരനായ ജയന്തനെ മർദ്ദിക്കുകയും ബാറിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ഇരുമ്പുവടികൊണ്ട് അടിക്കുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ്, ജെയ്സൺ, മുഹമ്മദ് സിയാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. വിഷുദിനത്തിൽ രാത്രി വെങ്കിടങ്ങ് തൊയക്കാവ് വാട്ടർ ടാങ്കിനു സമീപമുള്ള ചായക്കട ഉടമയെ മർദ്ദിച്ചവശനാക്കിയ കേസിൽ 3 പേർ അറസ്റ്റിലായി. വെങ്കിടങ്ങ് സ്വദേശി വലിയ വീട്ടിൽ വിപിൻ, ഏനമാവ് സ്വദേശി വേലിയത്ത് വീട്ടിൽ വിഷ്ണു, തൊയക്കാവ് സ്വദേശി നീരട്ടി വീട്ടിൽ ധനേഷ് എന്നിവരെയാണ് പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ചായക്കടയുടെ മുൻപിൽ മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിനാണ് കടയുടമ തൊയക്കാവ് നീരട്ടി അരവിന്ദാക്ഷനെ പ്രതികൾ മർദ്ദിച്ചത്. സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആന്റണി ജോസഫ് നെറ്റോ, SIമാരായ OV വിനോദ്, IB സജീവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇന്ത്യൻ ഭരണഘടന ദൈവത്തിന്റെ പേരിൽ സമർപ്പിക്കാതിരുന്നതാണ് ഇന്ത്യൻ ഭരണഘടന മഹത്തരമാകാൻ കാരണമെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മുല്ലക്കര രത്നാകരൻ. SC/ST ഫെഡറേഷൻ കേരള നേതൃത്വം നൽകുന്ന ഡോക്ടർ അംബേദ്കർ ജന്മദിന സംഘാടക സമിതി തൃശൂരിൽ സംഘടിപ്പിച്ച ഡോക്ടർ BR അംബേദ്കർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ 2.5% ജനങ്ങൾ ദൈവവിശ്വാസികൾ അല്ല.
എന്നാൽ മഹാഭൂരിപക്ഷം വരുന്ന ദൈവവിശ്വാസികളെ പ്രതിനിധീകരിച്ച് ഭരണഘടനാ കമ്മിറ്റിയിലുണ്ടായിരുന്നവരെ ശരി എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ ഡോക്ടർ BR അംബേദ്കർക്ക് സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. കോർഡിനേറ്റർ രശ്മി മോഹനൻ അംബേദ്കർ ചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തി. ഭീം മിഷൻ കോർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സജി കെ ചേരമാൻ, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് PM സാദിഖ് അലി, TL സന്തോഷ്, അഡ്വക്കേറ്റ് KS നിസാർ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപത്തെ യു-ടേണിൽ കാറിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. ഓട്ടോ ഡ്രൈവർ ചെങ്ങാലൂർ സ്വദേശി വിജിലൻ, യാത്രക്കാരനായ ചെങ്ങാലൂർ ഒല്ലൂക്കാരൻ വീട്ടിൽ ജസ്റ്റിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെങ്ങാലൂർ ഭാഗത്തു നിന്ന് വന്ന ഓട്ടോ യു-ടേൺ തിരിയുന്നതിനിടയിൽ പുറകിൽ നിന്ന് വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഡിവൈഡറിലേക്ക് കയറിയ ഓട്ടോ റോഡിലേക്ക് മറിയുകയായിരുന്നു. നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽ ഓട്ടോയിൽ നിന്ന് റോഡിലേക്ക് ചോർന്ന ഇന്ധനം ഫയർഫോഴ്സ് എത്തി നീക്കം ചെയ്തു. പാചകവാതക വിലവർദ്ധനവിനെതിരെ NCPS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ AG's ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി AV വല്ലഭൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മോളി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറിമാരായ KM സൈനുദ്ദീൻ, AL ജേക്കബ്, മണ്ഡലം പ്രസിഡന്റ് റബി സലീം, PR പുഷ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന് സമ്പൂർണ്ണ ഗുണമേന്മ പരിപാലനത്തിനുള്ള ISO അംഗീകാരം ലഭിച്ചു. കിലയുടെ കീഴിൽ ഗുണമേന്മ നയവും ഗുണമേന്മ ലക്ഷ്യങ്ങളും രൂപീകരിച്ച് 1 വർഷത്തോളം നീണ്ട പ്രവർത്തനങ്ങളിലൂടെയാണ് ജില്ലാ പഞ്ചായത്ത് നേട്ടം കൈവരിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ജില്ലാ പഞ്ചായത്ത് ISO നേടിയതായി പ്രഖ്യാപിച്ചു. ISO സർട്ടിഫിക്കറ്റ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി J. മുഹമ്മദ് ഷാഫിക്ക് കളക്ടർ കൈമാറി. വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റഹീം വീട്ടിപ്പറമ്പിൽ, മഞ്ജുള അരുണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലക്കര കൈലാസനാഥ വിദ്യാനികേതന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഗോളടിക്കാമെന്ന പേരിൽ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കൈലാസനാഥ വിദ്യാനികേതൻ മാനേജർ സിജോ പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് താരം ബിപിൻ മോഹൻ, എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ രാമചന്ദ്രൻ, പ്രോഗ്രാം കൺവീനർ വിനയൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റ് വേദിയിലിരിക്കുന്ന അതിഥികളെ വിഷുവിനായി വിളവെടുത്ത പച്ചക്കറിക്ക് വിപണി ലഭിക്കാതെ യുവ കർഷകർ. ചൂലന്നൂർ സ്വദേശി രമേശിനാണ് വൻ സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വന്നത്. പാട്ടത്തിനെടുത്ത സ്ഥലം ഉൾപ്പെടെ 15 ഏക്കറിലധികം സ്ഥലത്താണ് രമേശ് കൃഷി ചെയ്തത്. വിഷുവിപണി ലക്ഷ്യമാക്കി ഉൽപ്പാദിപ്പിച്ച കണിവെള്ളരിക്ക് വിപണി ലഭിക്കാതെ പാടത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. പ്രദേശത്തെ നിരവധി കർഷകർക്ക് സമാനമായ അവസ്ഥയാണ്. വിഷുവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത കിൻഡൽ കണക്കിന് കിലോ കണിവെള്ളരിയാണ് ആർക്കും വേണ്ടാതെ കൃഷി ചെയ്ത പാടത്ത് തന്നെ കൂട്ടിയിട്ടിരിക്കുന്നത്. മയിൽ, പന്നി, മുള്ളൻ പന്നി എന്നിവയുടെ ശല്യം മൂലം പകലും രാത്രിയും കാവലിരുന്നാണ് കർഷകർ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ഇത്രയും അധ്വാനത്തിനനുസരിച്ച് വരുമാനമില്ലാത്തതും വിപണി ലഭ്യമല്ലാത്തതും മൂലം പല കർഷകരും കൃഷി അവസാനിപ്പിക്കുകയാണ്. TCB ചേലക്കര. ഗ്യാസ് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി റോഡിലെ കുഴിയെടുക്കൽ മൂലം തൃശൂരിൽ യാത്രാ ദുരിതമേറി. തിരുവമ്പാടി ക്ഷേത്രത്തിന് മുന്നിൽ റോഡിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കാനെടുത്ത കുഴി മൂലം ഗതാഗത കുരുക്ക് പതിവായി. വിഷുനാളിൽ ക്ഷേത്രത്തിലെത്തിയ ഭക്തർ കുരുക്ക് മൂലം വലഞ്ഞു. നിലവിൽ സ്വരാജ് റൗണ്ടിൽ നിന്നുള്ള വാഹനങ്ങൾ ജില്ലാ ആയുർവേദ ആശുപത്രി വഴി വടക്കേ സ്റ്റാൻഡിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. പുറകിലേക്കെടുത്ത കാർ പാടത്തേക്ക് മറിഞ്ഞ് കാർ യാത്രക്കാരായ 4 പേർക്ക് പരിക്കേറ്റു. കണ്ണോത്ത് പുല്ല റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞത്. വട്ടേക്കാട്, എളവള്ളി, പണ്ടാറക്കാട് ഭാഗങ്ങളിലുള്ള 8 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. തൃശൂർ ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ പവലിയൻ പൂരം പ്രദർശന നഗരിയിൽ ആരംഭിച്ചു. പവലിയന്റെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് PP സെയ്ദ് അലവി നിർവഹിച്ചു. ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറി സരിത രവീന്ദ്രൻ,
SC/ST ജില്ലാ ജഡ്ജ് കെ കമനീസ്, ബാർ കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MC ഗോപാലകൃഷ്ണൻ, പൂരം പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് കെ രവീന്ദ്രൻ, DLSA ലീഗൽ അസിസ്റ്റന്റ് അഡ്വക്കേറ്റ് വിനീത തമ്പി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സമയം, സമന്വയ, അതിജീവനം എന്നീ കെൽസ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ഭിന്നശേഷി സംവരണത്തിന്റെ മറവിൽ തടഞ്ഞുവെച്ച സ്ഥിരം നിയമനങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് KPSTA ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ രാപ്പകൽ സമരം തുടരുന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് സമരം ഉദ്ഘാടനം ചെയ്തു. KPSTA ജില്ലാ പ്രസിഡന്റ് PC ശ്രീപത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. KPSTA സെക്രട്ടറി ജയപ്രകാശ് പാറപ്പുറത്ത്, NGOA അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MO ഡെയ്സൺ, KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ്, മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാലിദ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. ഫിറ്റ്നസ് മേഖലയിൽ രാജ്യത്ത് പ്രമുഖ നാമധേയമായി മാറിക്കൊണ്ടിരിക്കുന്ന പീറ്റേഴ്സ് ജിമ്മിന്റെ അതിനൂതനമായ പുതിയ ബ്രാഞ്ച് തൃശൂർ പടവരാട് പ്രവർത്തനം ആരംഭിച്ചു. പടവരാട് ജംഗ്ഷനിൽ ആരംഭിച്ച പീറ്റേഴ്സ് ജിം പീറ്റേഴ്സ് ബ്രദേഴ്സിന്റെ മാതാവ് മേരി പീറ്റർ ഉദ്ഘാടനം ചെയ്തു. പടവരാട് പള്ളി വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി ആശീർവാദകർമ്മം നിർവഹിച്ചു. വനിതാ ബോഡി ബിൽഡറും ഫിറ്റ്നസ് ട്രെയിനറുമായ വൈറൽ ജിം ഗേൾ ചിത്ര പുരുഷോത്തം വിശിഷ്ടാതിഥിയായി. മിസ്റ്റർ ഇന്ത്യയും മിസ്റ്റർ കേരളയുമായ ഒലീദ്, നാച്ചുറൽ ഫിസിക് വിന്നറായ അലി, മിസ്റ്റർ കേരള, മിസ്റ്റർ ഇന്ത്യ, മിസ്റ്റർ ഏഷ്യ ഓവറോൾ മാസ്റ്റേഴ്സുമായ പ്രശാന്ത് പ്രഭാകരൻ എന്നിവർ അതിഥികളായി. പീറ്റേഴ്സ് ജിം മാനേജിംഗ് ഡയറക്ടർ ബിജിൽ പീറ്റർ, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ സന്നിഹിതരായി. കൗൺസിലിംഗോടുകൂടിയ ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ, മസിൽ ബിൽഡിംഗ്, ഫാറ്റ് ലോസ്, കോണ്ടസ്റ്റ് പ്രിപ്പറേഷൻ കൂടാതെ എയറോബിക്സ്, സൂംബ, HIIT, ഇഞ്ചുറി റീഹാബിലിറ്റേഷൻ ആൻഡ് റിക്കവറി, എൻഡുറൻസ് ആൻഡ് മൊബിലിറ്റി തുടങ്ങിയ സേവനങ്ങൾ പീറ്റേഴ്സ് ജിം വിഭാവനം ചെയ്യുന്നു. പൂർണ്ണമായും ശീതീകരിച്ച ജിമ്മിൽ വനിതകൾക്ക് മാത്രമായി രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ പ്രത്യേക സമയക്രമവും ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ യൂണിസെക്സ് ടൈമിംഗ് ആയി രാവിലെ 5 മുതൽ 9 വരെയും വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെയും സജ്ജീകരിച്ചിട്ടുണ്ട്. ഫിറ്റ്നസ് മേഖലയിൽ 40 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള പീറ്റേഴ്സ് ജിമ്മിന് തൃശൂർ, കാലിക്കറ്റ്, മുംബൈ, പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും ബ്രാഞ്ചുകളുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പടവരാട് ബ്രാഞ്ചിൽ നിരവധി ഓഫറുകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746154323, 9892884323. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8720 രൂപ, പവന് 69,760 രൂപ, വെള്ളി ഗ്രാമിന് 107 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3237 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം വെടിക്കെട്ട് നടത്താമെന്ന് സർക്കാരിന് നിയമോപദേശം. അഡ്വക്കേറ്റ് ജനറലാണ് നിയമോപദേശം നൽകിയത്. പൂരം വെടിക്കെട്ട് ഗംഭീരമായി നടത്തുമെന്ന് മന്ത്രിമാർ. അതിരപ്പിള്ളിയിൽ വീണ്ടും കാട്ടാനക്കലി. കാട്ടാനയാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. അതിരപ്പിള്ളിയിൽ ബുധനാഴ്ച ജനകീയ ഹർത്താൽ. റിപ്പോർട്ട് തേടുക മാത്രമല്ല വനമന്ത്രിയുടെ ജോലിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ധനസഹായം കൈമാറി. കേരള വിഷൻ സമ്മാനോത്സവ് സൂപ്പർ ബമ്പർ നറുക്കെടുപ്പ് ബുധനാഴ്ച. തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ കേരള വിഷന്റെ സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചു. തിരൂർ സഹകരണ ബാങ്കിൽ പെട്രോളുമായി എത്തിയ വയോധിക പരിഭ്രാന്തി സൃഷ്ടിച്ചു. തങ്ങൾക്ക് തിരികെ ലഭിക്കാനുള്ള പണം ബാങ്ക് അധികൃതർ നൽകിയില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ദേശീയപാത പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ കനത്ത ഗതാഗത കുരുക്ക്. അടിപ്പാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായുള്ള ഗതാഗത കുരുക്കിൽ വലഞ്ഞ് യാത്രക്കാർ. തൃപ്രയാറിൽ ചുമട്ടുതൊഴിലാളികൾക്ക് നേരെ ഗുണ്ട ആക്രമണം. ഒരാൾക്ക് പരിക്കേറ്റു. 4 ബൈക്കുകളിലായി എത്തിയ 7 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. അയ്യന്തോൾ പോസ്റ്റ് ഓഫീസിൽ മോഷണം. 4 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു. ജനൽ കമ്പി വളച്ചാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്.
ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.